Hello everyone, welcome to our YouTube channel Vibing Vaidyas. This is Needu. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ക്ലീനിങ് പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ക്ലിനിക്കിൽ പോയിട്ടില്ല, രാവിലെ ഓഫ് എടുത്തിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ സൺഡേ മിഥുവിൻ്റെ കസിൻസ് വരുന്നുണ്ട് വീട്ടിലേക്ക്, ഒരു സ്റ്റേ ഓവർ എന്ന് പറയാം. അപ്പോൾ അതിന് മുന്നേ വീടൊന്ന് വൃത്തിയാക്കണം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്നെങ്കിൽ വീട് ഡെയിലി ക്ലീൻ ചെയ്ത് ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി അത് എടുത്ത് വെച്ച് ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത് ഇതുപോലെ വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേഗം തലകീഴാക്കി മറിച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ വീടൊരു മെസ്സാണ്, എപ്പോഴും ഒരു മെസ്സി ഹോമാണ്. അപ്പോൾ എപ്പോഴും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് എനിക്കതൊരു ആൻസൈറ്റിയാണ് വീട് വൃത്തിയായിട്ട് ഇല്ലെങ്കിൽ. അപ്പോൾ ഞാനെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമാണ്, എല്ലാ ആഴ്ചയും നിങ്ങളെ വീട്ടിലേക്ക് ഏതെങ്കിലും ഗസ്റ്റ് വരുന്നതാണ് നല്ലത്, അപ്പോൾ വീട് വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ചക്കി ഒരു സിംഗിൾ ചൈൽഡാണ്, അവൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് വന്നു കഴിഞ്ഞാൽ, പണ്ട് ഇപ്പോൾ എനിക്കും ഇതുപോലൊക്കെ വീട്ടിൽ കസിൻസോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ വീട്ടിലുള്ള കുട്ടികളെ കൂടെയൊക്കെയാണ് കളിക്കുക, നമ്മൾ ജനറേഷനിലുള്ള കുട്ടികൾ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ ആരുമില്ല. ഒന്നാമത് വീടിൻ്റെ അടുത്ത് നെയ്ബേഴ്സൊന്നും നമ്മളെ പ്രായത്തിലുള്ള കുട്ടികളില്ല. അപ്പോൾ അവൾക്ക് കളിക്കാൻ പോകാനൊന്നും വേറെ ആരുമില്ല. സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വീടാണ് അവളെ ലോകം. വീടും ഇവിടുത്തെ ടോയ്സും, അവൾ കുറേ ഇമാജിനറി ക്യാരക്ടേഴ്സിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് കളിക്കണത്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് പാവം തോന്നും. പക്ഷേ നമുക്കിപ്പോൾ എപ്പോഴും അവളെ കൂടെ പോയി ഇരുന്നിട്ട് അവൾക്ക് കളിക്കാൻ കമ്പനി കൊടുക്കാനും പറ്റില്ല. നമ്മൾ പല കളികൾക്കും അവളെ കൂടെ കൂടും. പക്ഷെ എന്നാലും ചിലപ്പോൾ ആ കളികൾ അവൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല നമ്മൾ ആ കളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ അവൾക്കും ദേഷ്യം വരും, ഇങ്ങനെയല്ല കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും നമുക്കത് പറ്റില്ല. അപ്പോൾ അവളെ ടോയ്സൊക്കെ വെച്ച് അവളുടേതായിട്ടുള്ളൊരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കി അവിടെ കുറേ ഇമാജിനറി ക്യാരക്ടേഴ്സിനോട് സംസാരിച്ചൊക്കെയാണ് അവളെ കളികൾ കളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇവിടെ പരത്തല്ലേ അതവിടെ പരത്തല്ലേ എന്ന് പറഞ്ഞിട്ട് വീടൊരു മ്യൂസിയം പോലെ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വീടിനോടും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അത് ഭയങ്കര ചെറുപ്പത്തിലെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഒട്ടും പറയാറില്ല എന്നല്ല, വല്ലാണ്ട് മെസ്സാക്കി ഇടുമ്പോൾ ഞാൻ പറയുന്നത് എന്താ ചക്കി ചെയ്തിട്ടിരിക്കണം, ക്ലീൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അവൾ തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതും അവളെ മൂഡ്, ചിലപ്പോൾ അവൾക്ക് നല്ല മൂഡ് ഇരിക്കുകയാണെങ്കിൽ അവൾ തന്നെ, അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും, നമുക്കിവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ടോയ്സൊക്കെ പെറുക്കി വെക്കും, ചൂലെടുത്ത് കൊണ്ടുവന്നിട്ട് അടിച്ചു വാരുകയൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാൻ അവളെ അങ്ങനെ പ്രഷർ ചെയ്യാറില്ല. വീടിങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒതുക്കി വെച്ചിട്ട് പിന്നെ അവൾ ഇവിടെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഈ പ്രായത്തിലല്ലേ അവരിതൊക്കെ വലിച്ചിടും. ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മെസ്സിനെയൊക്കെ ഞാൻ മിസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവർ കമ്പൽ ചെയ്യാറില്ല. മെസ്സി ഹോമാണെങ്കിലും ഹാപ്പി കിഡ് ആണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും കത്തിയൊക്കെ അടിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. എനിക്കിപ്പോൾ ക്ലിനിക്കുള്ള സമയമാണ്. പക്ഷേ ഞാൻ ഇന്ന് ഓഫ് എടുത്തു, എന്നിട്ട് ക്ലീൻ ചെയ്യണം. ബിക്കോസ് നാളെ എനിക്ക് ഓഫ് എടുക്കാൻ പറ്റില്ല. നാളെ എനിക്കൊരു പ്രൊസീജിയർ ചെയ്യാനുണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് വരും രാവിലെ, അപ്പോൾ എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അപ്പം അതുകൊണ്ട് നാളെ ഉച്ച കൊണ്ട് ഇത് ക്ലീനാക്കലൊന്നും നടക്കില്ല. ചിലപ്പോൾ വൈകുന്നേരം തന്നെ അവർ എത്തുകയും ചെയ്യും. അവർ സാറ്റർഡേ ഈവനിങ് ആണോ സൺഡേ മോർണിംഗ് ആണോ വരുമോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ഞാനിപ്പം തന്നെ ക്ലീനിങ് പരിപാടികൾ തുടങ്ങട്ടെ. ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നത് മൊത്തം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതൊരു ക്ലീനിങ് വ്ളോഗായിട്ട് സെപ്പറേറ്റഡ് ഇടായിരുന്നു. അതിന് മാത്രമുള്ള ക്ലീനിങ് കണ്ടൻറ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ക്ലീനിങ് അല്ലാത്തത് കൊണ്ട് എനിക്കത് മൊത്തത്തിൽ ഇതിൽ കാണിക്കേണ്ടതെന്ന് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ട്രാൻസിഷൻസ് ഇട്ടിട്ട് ക്ലീനാക്കി മാത്രം വെച്ചു. ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ കഴിക്കാനുള്ള ഫുഡും കൂടി ഉണ്ടാക്കണം കേട്ടോ, അതും നടക്കണമല്ലോ. അപ്പോൾ മാസ് ക്ലീനിങ് ആയതുകൊണ്ട് ഇന്ന് സിമ്പിൾ ലഞ്ചാണ്. ഞാനൊരു സാമ്പാർ റൈസാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടിയും പരിപ്പും ചോറും കൂടി ചാരിയും കൂടി ഒരുമിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പണി റെഡിയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്റ്റാണ് കേട്ടോ. ബൃഹതി ആയുർവേദയുടെ പ്രൊഡക്ട്സാണ്. ഹെയർ ഓയിലും ഫേസ് വാഷും ഹെയർ ബട്ടറും ലിപ് ബാമും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലേബിൾ ഒട്ടിച്ചതും ഒട്ടിക്കാത്തതും ഉണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് വർക്ക് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ഞാൻ തന്നെയാണോ ക്ലീൻ ചെയ്യുന്നത്, വല്ല സെർവൻസും ഉണ്ടോ എന്ന്. ഞാൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഒരുപാട് സമയമാവും ഇത് മൊത്തം കാണിച്ച് വരാൻ. അതുകൊണ്ടാണ്. പിന്നെ മിഥു വന്നപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. മിഥുവിന് ആക്ച്വലി ഇങ്ങനത്തെ റൈസൊക്കെ ഇഷ്ടമാണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ കേർഡ് റൈസ്, ടൊമാറ്റോ റൈസ്, ലൈം റൈസ്, അങ്ങനെ തന്നെയല്ലേ അതിനെ പറയാം, ലെമൺ റൈസ്, അതൊക്കെ, സാമ്പാർ റൈസൊക്കെ. അപ്പോൾ ഇതെന്തായാലും സാമ്പാർ സാദം മിഥുവിന് ഇഷ്ടപ്പെട്ടു. ഞാൻ പപ്പടവും പിന്നെ കൊണ്ടാട്ടം മുളകും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു.
പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിതു അടുത്ത ഷിഫ്റ്റിന് വേണ്ടി ക്ലിനിക്കിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഈ റൂമിൽ ഇപ്പോൾ ആരും കിടക്കാറില്ല. ഇത് താഴെ ഇത് ചക്കിയുടെ അധോലോകമാണ്, അതാണ് അത് ആ കോലത്തിൽ കിടക്കുന്നത്. പിന്നെ കുറച്ച് അലക്കിയ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ലൈബ്രറിയാണ്, അതും ക്ലീനാക്കി. അപ്പം നമ്മളുടെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചൺ കൂടി ഉണ്ട്. കിച്ചൺ നമുക്ക് മിക്കപ്പോഴും ക്ലീനാക്കുന്നതാണ്. പിന്നെ സ്റ്റോർ റൂമിലൊക്കെ കുറച്ച് ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സാധനങ്ങൾ വാങ്ങി വന്നതിൻ്റെയൊക്കെ കൂടി അവിടെ വെച്ചിരിക്കുന്ന ഒരു മെസ്സാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഈ ഡബ്ബകളൊക്കെ ഉള്ളിൽ എവിടെയെങ്കിലും വെക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഡെയിലി എടുക്കുന്ന സാധനം ആയതുകൊണ്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേ ആണ്, 4th സാറ്റർഡേ ആയതുകൊണ്ട് കുഞ്ചുവിന് ലീവാണ്. കുഞ്ചു രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഞാനൊരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. മീൻവൈൽ ഈ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ ചക്കുമ്മ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഈ ഊഞ്ഞാൽ അവൾക്ക് ഊഞ്ഞാൽ വേണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ മിഥുവനെ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. ആ ബോർഡും പിന്നെ കയറൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു DIY വീഡിയോ ഷോർട്ടായിട്ട് ഇടാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഉടനെ അത് വരുന്നതാണ്. ലഞ്ച് ഞാനിന്ന് ക്ലിനിക്കിൽ നിന്ന് വന്നിട്ട് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഒരു ഈസി പീസി വെജ് പുലാവാണ്. ഇതൊരു 1 pot റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും നല്ല അപ്രിസിയേഷൻ കിട്ടി. അപ്പോൾ മിക്കവാറും ഞാൻ ഗസ്റ്റ് വരുമ്പോഴും ഇത് തന്നെയായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് മിതു പോയി. പക്ഷേ എൻ്റെ ക്ലീനിങ് പ്രയാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കോർട്ട്യാർഡ് ക്ലീൻ ചെയ്യുന്ന പണി കുഞ്ചു ഏറ്റെടുത്തു. ആൻഡ് എന്താ പറയേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കുട്ടി. അവിടെ ആ ടേബിളും ചെയറും ഞാനിനി അവിടെ പോയിരുന്ന് വായിക്കും. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ഹർ ഹാർഡ് വർക്ക്. നല്ല ക്ലീനാക്കി എടുത്തു, വേസ്റ്റൊക്കെ അപ്പുറത്ത് കളഞ്ഞു. വേറൊരു സംഭവം, അവിടെ ഉണ്ടായിരുന്ന ചക്കിയുടെ ബാത്ത് ടബാണ് കേട്ടോ. അത് ചക്കി ചെറുതാവുമ്പോൾ ഉണ്ടായിരുന്നത്. ആ ബാത്ത് ടബിൽ കുറേ ഗപ്പികളുണ്ടായിരുന്നു. ഏകദേശം 1 വർഷം മുന്നെയാണ് ഗപ്പികളെ ഇട്ടത്. അപ്പോൾ പൂച്ച വന്ന ഇടയ്ക്ക് അതിൽ നിന്ന് വെള്ളം കുടിച്ച് എല്ലാം ചത്തുപോയി എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ ആ ഒരു ഗപ്പി അതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ആ ഗപ്പി പ്രഗ്നൻ്റ് ആണെന്നാണ് ചക്കിയും കുഞ്ചും പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ആ ഗപ്പി എങ്ങനെ പ്രഗ്നൻ്റായി അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഗപ്പീനെ തിരിച്ച് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സമയത്ത് വീണ്ടും നമ്മളിതാ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. എന്താ കാര്യം എന്നല്ലേ, ഒരാൾ അപ്രതീക്ഷിതമായിട്ട് വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടക്കുകയാണ്. എല്ലാവരും നല്ല ടയർഡായിരുന്നു. ചക്കിക്കാണെങ്കിൽ ഒരു കോൾഡൊക്കെ വന്നിട്ട് ചക്കി നേരത്തെ ഉറങ്ങിയും പോയി. അപ്പോൾ ചക്കീനെ എടുത്ത് മിതുവും കുഞ്ചുവും മേലെ പോയി. ഞാൻ ഡോർ അടയ്ക്കാൻ നിൽക്കുമ്പോൾ ഒരു ബൈക്കിൻ്റെ സൗണ്ട്. നോക്കുമ്പോൾ ഒരു അപ്രതീക്ഷിത ഗസ്റ്റ്. എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോൾ ഉറങ്ങി വീഴും. പണിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു കുളിയും കൂടി കുളിച്ചപ്പോഴേ എപ്പോൾ ഉറങ്ങണം എന്ന് വിചാരിച്ച് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ടാവാത്തത് കൊണ്ട് മിതുവും കുഞ്ചും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ വന്ന ആൾ കൊണ്ടുവന്നൊരു സ്നിക്കേഴ്സ് ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. മച്ചു വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുന്നു. സേ ഹായ് മച്ചു. അപ്പോൾ നമ്മുടെ അപ്രതീക്ഷിത ഗസ്റ്റ് വേറെ ആരുമല്ല, അരുണേട്ടനാണ്. കഴിഞ്ഞ വ്ളോഗിൽ, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു അരുണേട്ടനെ. അരുണേട്ടന് ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകേണ്ടതുണ്ട് നാളെ. അപ്പോൾ ഇവിടുന്ന് അപ്പൂൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോണേ. അപ്പോൾ ആൾ ഇന്ന് വന്നിട്ട് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ അപ്പൂൻ്റെ വണ്ടി എടുത്ത് പോവും. എന്നിട്ട് പിന്നെ വണ്ടി തിരിച്ചിടാനൊക്കെ ഇങ്ങോട്ട് വരും. അരുണേട്ടൻ ഫാൻസ് ലൈക്ക് അടി എന്നൊക്കെ എന്നാണ് അവൻ്റെ ചാനൽ അങ്ങനെയൊക്കെ. അരുണേട്ടൻ ഫാൻസ്, കുഞ്ചു ഫാൻസ്. അങ്ങനെ ആ കത്തിവെപ്പ് കഴിഞ്ഞ് ഞാനും കുഞ്ചുവും മേലെ പോയി. ചക്കി ഒരു ഉറക്കം കഴിഞ്ഞൊന്ന് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനത് മേലെ പോയതായിരുന്നു. അത് കഴിഞ്ഞ് ചക്കി ഉറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും താഴെ വരുമ്പോൾ കാണുന്ന സീന്, ഇവിടെ അമ്മൂനെ വീഡിയോ കോൾ ചെയ്ത് കത്തി വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് അരുണേട്ടൻ. അമ്മു എൻ്റെ കസിനാണ്. അപ്പോൾ അവൾ MBBS പഠിക്കുകയാണ്, ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അവർക്ക് അവിടെ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ രാത്രി. ഇപ്പോൾ സമയം 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ റൂംമേറ്റ്സ് എല്ലാവരും അലൈവാണ്. അപ്പോൾ അരുണേട്ടൻ അമ്മൂൻ്റെ റൂംമേറ്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. കോൺഫിഡന്റ് ആയി വരണ്ട. അപ്പൊ കുറച്ച് എന്താ പറയാ, തന്മയുടെ നഷ്ടപ്പെടുന്നുണ്ട്, ഭാവം കുറച്ച് മാറുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയാക്കപ്പെടും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങി. അരുണേട്ടനും ഇതും എപ്പോഴും ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാവിലെ കൃത്യം 6 മണിയാകുമ്പോൾ പൂപ്പി സാറ് കുര തുടങ്ങും. അപ്പോൾ അവന് കൊതുകുതിരി വെച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ നാട്ടുകാർ ആരും ഉറക്കാത്തത് കൊണ്ട് ആ സമയത്ത് എണീറ്റ് മിതുവോ ഞാനോ കൊതുകുതിരി കത്തിച്ച് കൊടുക്കും. അപ്പോൾ ഇന്നലെ ഇപ്പോൾ മിതു ഒട്ടും ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് പോയി കൊതുകുതിരിയൊക്കെ കത്തിച്ചപ്പോഴാണ് ഈ മനോഹര ദൃശ്യം കണ്ടത്. അങ്ങനെ ആ ദൃശ്യമൊക്കെ പകർത്തി കുറച്ച് നേരം അവിടെ അന്തം വിട്ട് നിന്നിട്ട് പതിയെ ഞാൻ മുറ്റമൊന്ന് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴേക്കും ചക്കുമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. ചക്കുമ്മയ്ക്ക് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ അടിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മഞ്ഞുണ്ട്, തണുപ്പ് തട്ടേണ്ട അകത്ത് പൊക്കമെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല ആൾ. അപ്പോൾ വല്ലാതെ നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടിച്ചു വരാൻ കൊടുത്തു.
ആഗ്രഹത്തിനുള്ള ആയാസമൊക്കെ ആയപ്പോൾ കുട്ടി പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ അത്തിമരത്തിനെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കായ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഗാർഡൻ അത്തിയാണ്. അപ്പം ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ട് 3 വർഷമായി. നമ്മൾ വീട്ടിൽ താമസിച്ച് ആ വർഷം വീട്ടിൽ താമസിച്ച് ഒരു 1 വീക്കൊക്കെ ആയ സമയത്ത് കുഴിച്ചിട്ടതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മഴയത്ത് നിന്നിട്ടാണ് ഞാനിത് അന്ന് മുറ്റം ലെവലാക്കാൻ വേണ്ടിയിട്ട് ഈ ചുവന്ന മണ്ണിൻ്റെ ചളിയിൽ മഴയത്ത് ചളിപിളി ആകുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ കുത്തിവെച്ചിട്ട് വേഗം കയറിപ്പോയി. പിന്നെ അത് ഒരു ഞാല് പോലെ ഒരു സാധനമായിരുന്നു. പെട്ടെന്നാണിത് വളർന്ന് പന്തലിച്ച് ഇത്രയും വലിയ മരമായതും. പിന്നെ ഓവർ ദ ഇയേഴ്സ് ഓരോ വർഷം ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു റീൽ ഇതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ചാനലിൽ ഇടാം. ഇതുപോലെ വീട്ടിൽ അത്തിയുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമല്ലോ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, കുറച്ചെണ്ണം എടുത്തിട്ട്. പിന്നെ ഇത് വീട്ടിലെ ചെടികളിലുള്ള റീസെൻറ്റ് അഡീഷൻസിൽ ഒന്നാണ് കേട്ടോ. മെക്സിക്കൻ കൊന്ന. അപ്പം മുറ്റം ആകെ കാട് നിറഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മുറ്റമൊക്കെ വൃത്തിയാക്കിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത്. ഇതിനങ്ങനെ സീസണൊന്നുമില്ല. ഇതെപ്പോഴും ഏത് സമയത്തും പൂക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കുറച്ച് ആരോഗ്യക്കുറവുണ്ട് അതിങ്ങനെ ചാഞ്ഞാണ് നിൽക്കുന്നത്. അതിന് നല്ലൊരു താങ്ങൊക്കെ കൊടുത്ത് ഒന്നുകൂടി അതിനെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അങ്ങനെ എൻ്റെ മുറ്റമടിക്കലും പിന്നെ പച്ചപ്പ് പകർത്തലും ചെടികൾ നോക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്രയും വലിയ മുറ്റം വേണ്ടാന്ന് വീടുണ്ടാക്കിയപ്പോഴേ ഞാൻ മിഥുനോട് പറഞ്ഞതാണ് അടിച്ചു വരുന്ന കാര്യത്തിലൊരു തർക്കമാവുന്നത്. കാരണം എനിക്ക് കുട്ടി സ്പേസ് ഭംഗിയാക്കി വെക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വലിയ മുറ്റവും പറമ്പൊന്നും മേയിച്ച് നടക്കാൻ എന്നെക്കൊണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇത് പറയുന്നത് വീട് ആകുമ്പോൾ വലിയ മുറ്റം ഉണ്ടെങ്കിൽ ഭംഗിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ എനിവേസ് അങ്ങനെ അടിച്ചു വാരൽ കർമ്മം കഴിഞ്ഞ് ചൂലൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ ഇന്നലെ കുഞ്ചു വൃത്തിയാക്കിയ കോട്ടിയാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ മയിൽ വാഹനം കേട്ടോ. 10 വർഷം ആവാറായി ഇതിനെ വാങ്ങിച്ചിട്ട്. ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികൾ അവിടെ എന്താണെന്ന് വിചാരിക്കാതെ ഒരെണ്ണം അരുണേട്ടൻ വന്ന ബൈക്കാണ്, ഒന്ന് മിഥുൻ്റെ ബുള്ളറ്റ്, ഒന്ന് എൻ്റെ വണ്ടി. അങ്ങനെ അപ്പം ഇതാണ് ഇന്നലെ കുഞ്ചു ക്ലീൻ ചെയ്ത കോട്ടയാട്. അപ്പോൾ അവിടെ ഇരുന്ന് വായിക്കാൻ ഭയങ്കര വൈബായിരിക്കും. എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പോൾ ഇവരൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ട് വേണം ഞാൻ ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്ന് വായിക്കും. പിന്നെ ഇവനെയും എനിക്കൊന്ന് കാണിക്കണം എന്ന് തോന്നി. വീട് വെച്ച സമയത്ത് വാങ്ങിയതാട്ടോ. ഒരു വെള്ളം വളമില്ലാണ്ട് വരണ്ട മണ്ണ് നിൽക്കണേ. പക്ഷെ പൂട്ട് നിൽക്കണ നോക്കൂ. ഞാൻ ആ സമയത്തൊക്കെ താഴത്തും തലയിലും വെക്കാതെ നോക്കിയിട്ട് ഒരനക്കം ഉണ്ടായിരുന്നില്ല. എന്താവോ ഇപ്പോൾ പ്രകൃതി മനുഷ്യരൊക്കെ ഒരുപോലെയാണ്. ഓക്കെ, അങ്ങനെ പുരാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ തന്നെ അവരോട് പറഞ്ഞത് കേട്ടോ. അവർ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചു. അമ്മൂ നിൻ്റെ നീരാട്ട് കഴിഞ്ഞോ എന്നും ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ എന്ന്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനി ബാക്കി കുക്കിംഗ് പരിപാടികളിലേക്ക് കടക്കണമല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഉണ്ടാക്കിയ വെജ് പുലാവ് ഹിറ്റായതുകൊണ്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് പരിപാടി. അതിൻ്റെ കൂടെ ഒരു ചില്ലി ഗോപിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പപ്പടം, സാലഡ്, പിക്കിൾ, അങ്ങനെ ഒരു സിമ്പിൾ മെനു ആണ്. ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങൾ നടത്തിയൊരു തദ്വിദ്യാ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷം അത്ര കൂളല്ലായിരുന്നു കേട്ടോ. ചെറിയ ചളിയൊക്കെ അടിച്ചൊന്ന് ഓണാക്കാൻ നോക്കിയെങ്കിലും ഒത്തില്ല. പിന്നെ ഒക്കാത്ത സ്ഥിതിക്ക് കൂടുതൽ വീർപ്പിക്കാതെ അടുത്ത പണി നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഞാനും ഇതും കൂടി എത്ര വഴക്കിട്ടാലും പ്രശ്നമായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്, സംസാരിക്കണമൊന്നുമില്ല. പക്ഷേ വന്ന് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെയാണ് ഞാനും. അപ്പോൾ എന്തായാലും ബാക്കി പണികളിലേക്ക് ഞാൻ കടന്നു. കൂടുതൽ വീർപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ആ ഒരു ഗ്യാപ്പ്, ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. നമ്മളെല്ലാത്തിനും ഒരു സമയം കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ബിരിയാണി റൈസ് അളന്നെടുക്കുകയാണ്. അപ്പോൾ അതിലെന്തോ ഒരു കരട് പോലെ കണ്ടു. പ്രാണിയാണെന്ന് വിചാരിച്ച് നോക്കി, പക്ഷെ അല്ല. അപ്പോൾ എന്തായാലും 4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും കുറച്ച് ചിരികളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ അതാ പോർച്ചിൽ വരാനുള്ള ആൾക്കാർ. അവർ ബസ്സിൽ വരും എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞ ഒരു കാർ എടുത്ത് വരുന്നു, പിന്നെ ബസ്സിൽ വരുന്നു പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ 2 ആളും കൂടി സ്കൂട്ടർ എടുത്ത് പോന്നിരിക്കുകയാണ് ഗുരുവായൂരിൽ. അപ്പോൾ ഞാൻ ചക്കീനെ വിളിക്കാൻ പോവുകയാണ് വേഗം. മിഥു അവിടെ ലാപ്പ് എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാനാണ് പോയിരിക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ എന്താ ഞങ്ങൾ 2 ആളും കൂടി ആദ്യം അകത്തേറി പോകുന്നതെന്ന്. കുഞ്ചു കുളിക്കാൻ പോയിരിക്കുകയാണ്, ഞാൻ ചക്കീനെ വിളിക്കാൻ പോയതാണ്. മിഥു അതെന്തായി നോക്കാനും പോയി. അപ്പോൾ അങ്ങനെ അവർ വന്നു. അപ്പോൾ ചക്കി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചക്കിക്ക് വീട്ടിൽ കുട്ടികൾ തന്നെ ആവണമെന്നൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചക്കി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് പനിയും കാര്യം വന്ന കഥയൊക്കെ ഞാൻ അവരോട് ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ്
നമ്മൾ അകത്തേക്ക് പോയി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ചായ ആണോ ലൈം ജ്യൂസ് ആണോ വേണ്ടേ, എന്തായാലും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരുമല്ലേ എന്നൊക്കെ. അവർ പറഞ്ഞു ലൈം ജ്യൂസ് മതിയെന്ന്. വലിയ കാര്യത്തിൽ അകത്ത് പോയി നോക്കുമ്പോൾ പഞ്ചസാര ഇല്ല. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം കലവറയിലേക്ക് ഓടിപ്പോയിട്ട്, അതായത് അമ്മയുടെ അടുത്ത് പോയിട്ട് പഞ്ചസാര വാങ്ങി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് കടന്നു. അപ്പോൾ അവരെന്നെ കുറേ പ്രാവശ്യം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ഞാനാണ് അവരെ തള്ളി പറഞ്ഞയച്ചത്. കാരണം എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു തന്നാൽ നല്ലതാണ്. എല്ലാം റെഡി ആക്കിയാൽ പിന്നെ കുക്ക് ചെയ്യാൻ ഈസിയാണല്ലോ. അതല്ലാതെ ഇപ്പോൾ കുക്കിംഗ് പാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എനിക്ക് ഉള്ളിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഉള്ളി ചില ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി എനിക്ക് കാരമലൈസ്ഡ് ആവുന്നവരെ വഴറ്റണം. ചിലത് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി, ചിലത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആവണം. അപ്പോൾ അത് അത്രയും സമയം വഴറ്റിയാലാണ് എനിക്കൊരു തൃപ്തി വരും. ഇപ്പോൾ വേറെ ആൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു സ്റ്റൈലായിരിക്കും ചെയ്യുക. അപ്പോൾ എനിക്ക് എൻഡ് പ്രൊഡക്റ്റ് നന്നാവുമോ എന്നുള്ളൊരു സാധനം, അവരുടെ ഒരു വേ ഓഫ് ഇതിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നല്ല കുക്കായിരിക്കും. പക്ഷേ എനിക്ക് എന്തോ അത് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഐ ലവ് കുക്കിംഗ്. ഞാൻ കുക്കിംഗ് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കത് തന്നെ നിന്ന് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ അവരിനി ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചിട്ട് കുറേ പ്രാവശ്യം വന്നിട്ട് എന്നോട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. ഞാൻ അവസാനം അവരെ അവിടെ നിന്ന് തള്ളി പറഞ്ഞയച്ചു. നിങ്ങളിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ നിവൃത്തിയില്ലാതെ അവർ പോയി. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വെജ് പുലാവ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടിയ ശേഷം സവോള ഇട്ടു. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് അധികം എരിവില്ലാത്തത് നെടുകെ കീറിയിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി വെള്ളമൊക്കെ കളഞ്ഞ് ആ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു, ഈ മിക്സ്ചറിലേക്ക്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ആ നെയ്യിൽ കിടന്നിങ്ങനെ റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് അരി ഇടുന്നതിന് മുന്നോ ശേഷമോ ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഉപ്പും ഗരം മസാലയും ആഡ് ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇന്ന് അരി ഇട്ടതിന് ശേഷമാണ് ഉപ്പും ഗരം മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് മുന്നേ ആ വെജിറ്റബിൾ സോട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ടാലും മതി. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കേണ്ടത്. കുക്കറിലാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം മതി. ഇതിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക ആയതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ആ 8 ഗ്ലാസ് വെള്ളമാണ് അപ്പുറത്തെ ചീനച്ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അരി നല്ല റോസ്റ്റായി കഴിയുമ്പോൾ ഈ ബാക്കി ഉപ്പും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത ശേഷം ആ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം തിളച്ച് അരി വരെ ആ വെള്ളം ഇങ്ങനെ ഒരു സെയിം ലെവലിലായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മാക്കുക, മൂടി വെച്ച് വേവിക്കുക. ഫുൾ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെള്ളം ഉണ്ടോയെന്ന്. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിക്കഴിഞ്ഞാൽ ഓഫാക്കി വെക്കുക. എല്ലാം കറക്റ്റായിട്ട് ഒരു അരി വേറൊന്നിൽ തൊടാതെ സെപ്പറേറ്റ് ആയിട്ട് വെൽ കുക്ക്ഡായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ഈസിയാണ്, കുറേ പാത്രങ്ങൾ എടുക്കേണ്ട 1 പോട്ട് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല റെസ്പോൺസാണ് എല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചില്ലി ഗോബി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മൾട്ടി ടാസ്കിങ്ങിലുള്ള എൻ്റെ ഇന്നെഫിഷ്യൻസി. അതായത് അതവിടെ തിളയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പുറത്തത് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്കിത് കരിഞ്ഞു പോകുന്ന പേടിയാണ്, എനിക്ക് സ്പീഡില്ലാത്ത കാരണം. അപ്പം എന്നെ സ്പീഡാക്കിക്കാൻ വേണ്ടി ഇത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് സ്പീഡാക്കുമ്പോൾ എൻ്റെ പെർഫെക്ഷൻ ഇല്ലാണ്ടാവുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും മറക്കും, കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ഞാൻ കരിക്കും. അപ്പോൾ ബെറ്റർ സമയമുണ്ട് ഇന്നിപ്പോൾ. സാധാരണഗതിയിൽ ഞാൻ വീട്ടിൽ വരുന്നവർക്ക് 2 മണിക്കൊക്കെയാണ് ഫുഡ് കൊടുക്കുക. മന്ദഗതിയിൽ ഉണ്ടാക്കിയിട്ട് 5 സ്റ്റാർ ഡെലിവറിയാണ്. അപ്പം ഇന്നിപ്പോൾ എനിക്ക് സമയമുണ്ട്. 12:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രെസ് ഇല്ലാതെ റെഡിയായി മാറ്റി വെച്ചിട്ട് അടുത്തത് ചില്ലി ഗോബി ചെയ്യുന്ന സമയത്ത് അവരവിടെ കസിൻസ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് അവരെ ജോയിൻ ചെയ്യാം സമാധാനമായിട്ടെന്ന് വിചാരിച്ചിട്ട് അവരോട് അവിടെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ് ഞാനിവിടെ കുക്കിങ്ങിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ ചില്ലി ഗോബി ഉണ്ടാക്കുന്നത് അഗെയിൻ സൺഫ്ലവർ ഓയിലാണ് ഞാനിത് വറുത്തെടുത്തതും. കോൺഫ്ലവറും ഉപ്പും പെപ്പറും കൂടിയിട്ടുള്ള മിക്സിൽ കോട്ട് ചെയ്ത കോളിഫ്ലവർ വറുത്തെടുത്തു. അതിൽ നിന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് അതിലിത്തിരി വെളുത്തുള്ളി ആദ്യം സോട്ട് ചെയ്തു. അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്തു. പിന്നെ പുലാവിന് വേണ്ടി ചതച്ച കുറച്ച് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ആഡ് ചെയ്തു. ക്യാപ്സിക്കം ഇട്ടു, സോയ സോസ്, കെച്ചപ്പ് ലാവിഷായിട്ടിട്ടു. പിന്നെ ഉപ്പ് ചേർത്തു. എല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഷുഗറും ചേർത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോബി അതിലേക്ക് ആഡ് ചെയ്തു. നല്ലൊരു മിക്സ് കൊടുത്തു. അവസാനം കുനുകുനാ അരിഞ്ഞ മല്ലിയിലയും തൂവിക്കഴിഞ്ഞു. ഇതും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ
പപ്പടവും പിന്നെ റൈത്തയും കൂടി റെഡിയാക്കാനുണ്ടായിരുന്നു. അതും കൂടി വേഗം സെറ്റാക്കിയിട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഇതിൻ്റെ കൂടെ പിക്കിളിന് നമ്മളിന്ന് ഗാർലിക് പിക്കിളാണ് ഹാപ്പിയുടെ. ഗാർലിക് പിക്കിൾ കുഞ്ചുവിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അവൾ വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയത്. അങ്ങനെ എല്ലാം നമ്മൾ ടേബിളിൽ ആക്കി. പാറുവാണ്, ഞാൻ ഇവരുടെ പേരൊന്നും പറഞ്ഞില്ല അല്ലേ, പാറുവും ഹരിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പാറു മിഥുവിൻ്റെ സെയിം ഏജാണ്, എൻ്റെയും മിഥുവിൻ്റെയും സെയിം ഏജാണ്. മിഥുവായിട്ട് 28 ഡേയ്സിൻ്റെ ഡിഫറൻസാണ് പാറുവിനുള്ളത്. പാറുവാണ് 28 ഡേയ്സ് മൂത്തത്. പിന്നെ ഹരി എന്ന് പറയുന്നത് മിഥുവിൻ്റെയും പാറുവിൻ്റെയും കസിനുള്ള സ്മിത ചേച്ചിയുടെ മകനാണ്. അടുത്ത ജനറേഷനാണ്, ശരിക്കും ചക്കിയുടെ ജനറേഷനാണ്. പക്ഷേ ഹരിയും കുഞ്ചുവും ഏകദേശം ഒരേ ഏജാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ കോർട്ട്യാർഡിൽ പോയിട്ട് കുറച്ച് നേരം നല്ല റിലാക്സ്ഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോഴാണ് ഞാൻ വന്നിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചത് കേട്ടോ. എന്തൊക്കെയോ റാൻഡം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് കുറേ കുഞ്ചുവിനെ കളിയാക്കി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കിയില്ല എന്ന് ഓർത്തത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി വാങ്ങി വെച്ച പാലും കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മിതു പോയിട്ട് ഒരു ഡാർക്ക് ഫാൻറ്റസി ഷേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ ബിസ്ക്കറ്റും കുറച്ച് അൽക്കുലത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഷുഗർ ഡയറ്റിലാണ് കുഞ്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ചുവിനത് വേണ്ടാന്ന് പറഞ്ഞു. ആൾ പോയിട്ട് പഴവും പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ടൊരു ഷുഗർലെസ് സ്മൂത്തി ഉണ്ടാക്കി വന്നു. അതും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. നന്നായിട്ടുണ്ടായിരുന്നു. രണ്ടും ഏട്ടനും അനിയത്തിയും പൊളിച്ചു. അങ്ങനെ അതും കുടിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ പുരാണങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ചുവിൻ്റെയും ഹരിയുടെയും ഒക്കെ ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഇരുന്നപ്പോഴേക്കും 4 മണി ആവാറായി തുടങ്ങി. 4:30-ക്കുള്ള ട്രെയിനിന് കുഞ്ചുവിന് പോകണം, ഇവർക്കും തിരിച്ച് ഗുരുവായൂർ എത്തണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ബീച്ച് വരെ പോവാം. ഇവിടെ ആര് വന്നാലും ബീച്ചിൽ കൊണ്ടുപോകാന്നുള്ളത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേ പോയി അമ്മേനെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ കാറിൽ കയറിയിട്ട് ബീച്ചിൽ പോവാണ്. ബീച്ചിലെ സമയത്ത് നട്ടപ്പൊരു വെയിലായിരിക്കും. ഓൾറെഡി ജലദോഷമാണ് കുട്ടിക്ക്, പക്ഷേ ഒരു രക്ഷയില്ല. എനിക്ക് അവിടെ ഇവർ വരുമ്പോൾ ബീച്ചിൽ അവരെയും കൊണ്ടുപോകണം. എനിക്ക് അവിടെ നിന്ന് ഷെല്ല് കളക്ട് ചെയ്യണം എന്ന് ഒരാഴ്ച മുന്നേ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് പോവാണ്. ഇതാണ് തൂവൽ തീരം ബീച്ച്. അപ്പോൾ സൺഡേ ആണ്, അട്ടപ്പൊരു വെയിലായതുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളൂ. എന്നാലും ഈ വെയിലത്തെ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും സൺഡേ ഈവനിങ്ങും അവിടെ അടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ദൂരമൊന്നും നടക്കാൻ വയ്യായിരുന്നു. ഭാഗ്യത്തിന് വന്ന് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കുറേ ഷെല്ല് കണ്ടു. അപ്പോൾ ചക്കി അവിടെ ഇരുന്ന് ഷെല്ല് വേഗം പെറുക്കിക്കോളാൻ പറഞ്ഞു അവളോട്, ഷെല്ല് വേണ്ടതൊക്കെ. അവൾക്ക് ഇതൊക്കെ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇങ്ങനത്തെ വട്ടുകളാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ നിന്ന് വല്ല മഞ്ചാടി, വളപ്പൊട്ട്, ഷെല്ല് ഇതൊക്കെ പെറുക്കിക്കൊണ്ട് വരിക. എന്നിട്ട് ഇതൊക്കെ ഒരു ബോട്ടിലിട്ട് ഇങ്ങനെ കാലാകാലം സൂക്ഷിക്കുക. എൻ്റെ സ്കൂളിലെ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനത്തെ ഒന്നും കളയാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഒരു മെമ്മറി പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നൊരു വട്ട് എനിക്കുണ്ട്. തൂവൽ, കോയിൻ, സ്റ്റാമ്പ് കളക്ഷൻ, ഇതൊക്കെ എനിക്ക് വട്ടുണ്ടായിരുന്നു. അത് അവൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്തിരി കൂടിയ ഇനം വട്ടായി പോയി. സൂര്യനെ നോക്കൂ, അതിൻ്റെ അടിയിൽ നിന്ന് തല പുകഞ്ഞിട്ട് വയ്യായിരുന്നു. എന്നിട്ടും അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. കണ്ണൊന്നും തുറക്കാൻ വയ്യെങ്കിലും കുറച്ച് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. ഞാൻ ആ സമയത്ത് കുറച്ച് പ്രകൃതി ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് ഞാൻ ഫോട്ടോ ആയിട്ടാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ചക്കിയോട് ഞാൻ പറഞ്ഞു ഇനി മതി ചക്കി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് തല കറങ്ങും പോവാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ വയലൻ്റായിട്ട് എന്നെ ആക്രമിക്കാനും വന്നു. അങ്ങനെ ഒരു കണക്കിന് അവിടെ നിന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാണ്ട് ബീച്ചിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടെ ഉപ്പിലിട്ടത് കണ്ടിട്ട് കുഞ്ചുവും പാറും കൂടി അങ്ങോട്ട് പോയത്. അപ്പോൾ ആദ്യം ചക്കി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ വേണമെന്ന് തീരുമാനം മാറ്റി. അപ്പോൾ അവിടെ പോയിട്ട് എന്താ വേണ്ടതെന്നൊക്കെ ചൂസ് ചെയ്യാണ്. അമ്പഴങ്ങയും മാങ്ങയും അരിനെല്ലിക്കയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പീസ് മാങ്ങ, കുറച്ച് അരിനെല്ലിക്ക, 2 നെല്ലിക്കയൊക്കെ വാങ്ങിച്ചു. അത് ബാറ്ററി വെള്ളം അതിനകത്ത് ഉണ്ടാവുമോ, നാവ് പൊള്ളുമോ എന്നൊക്കെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ക്രേവിങ്സ് വന്നപ്പോൾ പിന്നെ ബാക്കിലോട്ട് വലിക്കാൻ ആളില്ലാത്തത് കൊണ്ടും നമ്മളത് വാങ്ങിച്ചു. അങ്ങനെ കാറിൽ കയറി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. കുഞ്ചുവിനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കണം. 4:30-ക്കാണ് അവളുടെ ട്രെയിന്. ഏകദേശം ആ സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ അവൾ ചോദിച്ചു. പക്ഷേ വെയിൽ കൊണ്ട് കിറങ്ങിയ കാരണം ആർക്കും ഇറങ്ങാൻ വയ്യായിരുന്നു. അവൾ പോണൊരു ക്ലിപ്പ് ഞാൻ എടുത്തിരുന്നെങ്കിലും ക്യാമറ ഓണല്ലായിരുന്നു എന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവളെ അവിടെ ഇറക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനൊരു ചായ ഇടാമെന്ന് വിചാരിച്ചു, ഒരു തലവേദനയ്ക്കൊരു ആശ്വാസത്തിന്. അങ്ങനെ ഏലക്കായൊക്കെ ഇട്ട് നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടിച്ചു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തില്ല കേട്ടോ. വന്നപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ക്യാമറയുടെ നിരീക്ഷണത്തിൽ വെക്കുന്നത് ബോറല്ലേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് സമാധാനമായിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് അവരിതാ രണ്ടാളും കൂടി പോവാണ്.
അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന പോലെ, ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്ന പോലെയെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. കാരണം രാവിലെ വന്ന് വൈകിട്ട് പോകാമെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫുൾ കസിൻസ് ഗ്യാങ് ആയിട്ട് ഒരു കസിൻസ് ഓൺലി ട്രിപ്പ്, ഒരു സ്റ്റേ ഓവർ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. എന്തായാലും കുറച്ച് സമയത്തേക്കാണെങ്കിലും വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ ചക്കിയുടെ മുഖം നോക്കൂ. വീട്ടിൽ ആര് വന്ന് തിരിച്ചു പോകുമ്പോഴും ചക്കി ഇങ്ങനെയാണ് ഉണ്ടാവുക. കുട്ടികളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, വീട്ടിൽ ആരെങ്കിലും വരുന്ന ചക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തിരിച്ചു പോകുമ്പോൾ ആൾ ഭയങ്കര സാഡും ആവും. ടാറ്റ കൊടുക്കാനൊന്നും പറഞ്ഞാലൊന്നും പിന്നെ വരില്ല സാധാരണ. ഇന്നെന്തോ ഇങ്ങനെയെങ്കിലും അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. വേറൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.